കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ-3 കപ്പലിന്റെ ഉടമ അദാനിയുടെ വ്യാപാര പങ്കാളി എന്ന റിപ്പോർട്ട്. അദാനിയുടെ മുന്ദ്ര, എന്നൂർ തുറമുഖങ്ങളിൽ MSCക്ക് ഓഹരി പങ്കാളിത്തമെന്നും റിപ്പോർട്ട്. അപകടത്തിൽ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അദാനിയുടെ പങ്കാളിത്തം വ്യക്തമാക്കിയുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ നൽകാൻ സജു തോമസ് ചേരുന്നുണ്ട്. സജു, നഷ്ടപരിഹാരം മാത്രം മതി, കപ്പലിനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ സർക്കാർ എത്തുകയും പിന്നാലെ വ്യാപകമായ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് അദാനിയുടെ പങ്കാളിത്തം കൂടി വ്യക്തമാകുന്ന റിപ്പോർട്ട് വരുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? അജീന, ജനീവ ആസ്ഥാനമായ MSC കമ്പനിക്ക് അദാനിയുടെ കമ്പനികളിൽ ഓഹരി ഉണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അദാനിയുടെ മുന്ദ്ര പോർട്ടും അതുപോലെ ചെന്നൈയിലെ എന്നൂർ പോർട്ടിലും. മുന്ദ്ര പോർട്ടിൽ 2013 50% ഓഹരി ഈ MSC കമ്പനിക്കുണ്ടെന്നും അതുപോലെ എന്നൂറിലെ പോർട്ടിൽ 2023 49% ഓഹരികളാണ് MSC കമ്പനിയുടെ സഹ ഉടമയ്ക്ക് ഉള്ളതെന്നുമാണ് അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ MSC കമ്പനി എൽസ-3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് യാതൊരു ക്രിമിനൽ നടപടികളിലേക്കും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കടക്കാത്തത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അദാനിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇപ്പോൾ ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറി S. ജയശങ്കർ അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധമുള്ള എൽസ-3 കപ്പലിനെതിരെ ഒരു ക്രിമിനൽ നടപടിക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ വിമർശനം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അദാനിയുമായിട്ട് ബന്ധമുള്ള ഒരു കപ്പൽ അപകടമുണ്ടായി. അതിന് പിന്നാലെ ആ കപ്പലിനെതിരെ യാതൊരു നടപടിയുമില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്കെതിരെ യാതൊരു നടപടിക്കും സംസ്ഥാന സർക്കാർ നീങ്ങുന്നില്ല എന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നത്. അത് തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദാനിക്ക് വേണ്ടി കേരള തീരമടക്കം വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്തുകൊണ്ട് കപ്പൽ കമ്പനിക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുന്നില്ല എന്നൊരു വിമർശനമാണ് പ്രധാനമായിട്ട് വരുന്നത്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSC എൽസ കമ്പനി അവരുടെ കപ്പലാണ് കഴിഞ്ഞ ആഴ്ചയോടുകൂടി വലിയൊരു അപകടത്തിൽപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് അദാനി പോർട്ടുമായിട്ടുള്ള ഇവരുടെ ബന്ധം വെളിവാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദാനിയുടെ MD തന്നെ, അതായത് അദാനി പോർട്ട് MD തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. 2013 2023 MSC കമ്പനിയുമായിട്ട് അദാനിക്ക് ബന്ധമുണ്ടാവുന്നത്. അതിനുശേഷമാണ് ഈ രണ്ട് തുറമുഖങ്ങളിലും 50% 49% ഓഹരികൾ MSC കമ്പനി വാങ്ങുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടിക്ക് വൈകുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഉയരുന്നത്. ജീന.